പാർട്ടിയിൽ അണികളില്ലെങ്കിൽ എന്തുണ്ടാവും? അതുപോലെ തന്നെയാണ് സ്ഥാപനത്തിൽ സ്റ്റാഫുകളുടെ സപ്പോർട്ടില്ലാതെ മാനേജറാവട്ടെ, സൂപ്പർവൈസറാവട്ടെ, അല്ലെങ്കിൽ ആരാവട്ടെ, പ്രത്യേകിച്ച് വലിയൊരു കാര്യമൊന്നും നടക്കാനൊന്നും പോണില്ല. ചില ആളുകൾ പറഞ്ഞു സ്റ്റാഫ് പോവുകയാണെങ്കിൽ പോട്ടെ, അല്ലെങ്കിൽ അടുത്ത ആൾ വരും. തീർച്ചയായിട്ടും മികച്ച സ്റ്റാഫുകളാണ് നമ്മുടെ സ്ഥാപനത്തിനെ സ്ഥാപനമാക്കി മാറ്റുന്നത്. ചില സ്ഥാപനത്തിൽ ചില സ്റ്റാഫിനും ചോദിച്ചു വരുന്ന ആളുകൾ വരെയുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ സ്റ്റാഫായി നിൽക്കുകയാണെങ്കിലും, നമ്മൾ മാനേജറായി നിൽക്കുകയാണെങ്കിലും, നമ്മൾ സൂപ്പർവൈസറായിട്ട് നിൽക്കുകയാണെങ്കിലും ഫ്രം ദി ഹാർട്ട്, നമ്മുടെ മനസ്സിൽ നിന്ന് വരണം, ഉള്ളിൽ നിന്ന് വരാമെന്നൊക്കെ പറഞ്ഞിട്ടില്ലേ. അതിന് മികച്ച സാലറി അവർക്ക് കൊടുക്കേണ്ടി വരും, കൃത്യമായിട്ടുള്ള ടൈമിന് ശമ്പളം കൊടുക്കേണ്ടി വരും, അവർ പറയുന്ന ചില വാക്കുകൾക്ക് വാല്യൂ കൊടുക്കേണ്ടി വരും. ഇതൊന്നും കൊടുക്കാത്ത പല സ്ഥാപനങ്ങളുണ്ട്. ചിലപ്പോൾ മികച്ച രീതിയിലുള്ള ചീത്ത മാത്രം അവർക്ക് കേൾക്കുന്ന ആളുകളുണ്ടാവും. ആത്മാർത്ഥമായിട്ട് ഏതൊരു സ്ഥാപനത്തിലും അല്ലെങ്കിൽ ഏതൊരു സംരംഭത്തിലും മനസ്സിൽ നിന്ന് വന്ന് ചെയ്യുമ്പോൾ അതൊരു ജോലി അല്ലാതായിട്ട് മാറും. ചില ആളുകൾ പറയാറില്ല ഇതെൻ്റെ പാഷനാണ്. അത് പാഷനായിട്ട് മാറുമ്പോഴാണ് യഥാർത്ഥത്തിൽ അവിടെ മാജിക്കുകൾ സംഭവിക്കുക. അപ്പം നമ്മൾ ചെയ്യുന്നൊരു ജോലിയായിട്ട് നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. കണ്ടിട്ടില്ലേ? യാതൊരു കാരണവശാലും അവനെ പണിക്ക് വിളിച്ചിട്ട് പോണെന്ന് അവനൊരു തോന്നലുണ്ടായത്. അവൻ വരില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് പറയാനുള്ളത്. വീണ്ടും കാണാം സ്ട്രീറ്റ് ലൈറ്റ് ടോക്സ്.